പ്രത്യേകിച്ച് KS ഹരിഹരന്റെ ഒരു വിവാദ പരാമർശം UDF വടകരയിലുണ്ടായ ഒരു മേൽക്കൈക്ക് ഭംഗം വരുത്തുന്നതാണെന്നൊരു വിധേയത്തിൽ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശം വിമർശന വിധേയമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ വാചകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പക്ഷേ മാപ്പപേക്ഷയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ CPM-ന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞത്. അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിച്ചു. പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യണ്ടേ? ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കാലത്ത് ഒരു MLA-നെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു? ഇപ്പം ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? പൊറ്റുകയുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് വേറെ ആൾക്കാർ നോക്കിയാൽ. അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബെറിയാനൊന്നും പോകണമെന്നില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ബോംബ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. പക്ഷേ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ UDF ഒറ്റക്കെട്ടായി തന്നെ RMPയോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രസംഗം നടത്തുമ്പോൾ UDF-ന്റെ നേതാക്കളൊക്കെ തന്നെ വേദിയിലുണ്ടായിരുന്നു. ഈ വിഷയം ഇത്രയും വലിയ വിവാദമായി മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത്, തള്ളിപ്പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ആ സമയത്ത് തന്നെ തള്ളിപ്പറയുന്നത്? പ്രസ്താവന ശ്രദ്ധയിൽ പെട്ടപ്പോൾ തിരുത്തി. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പോലെ സ്പോൺസർ ചെയ്തിട്ടില്ല. അൻവറിന്റെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രിയൊക്കെ. എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ? ഞങ്ങൾ പറയും മാത്രം ഞങ്ങളുടെ മെക്കട്ടേക്ക് ആളുക. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും. ഒരാൾ പ്രസംഗിക്കാൻ വന്ന ഒരു പരാമർശമാണ്. അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി. സ്വയം തിരുത്തിയപ്പോൾ ചാപ്റ്ററുകളെ അവസാനിപ്പിക്കണ്ടേ? അല്ലാണ്ട് തന്നെ പറഞ്ഞ ആളുടെ നാക്കരിക്കാൻ നിൽക്കുക. ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ ഋഷിയൊന്നും അല്ലല്ലോ. ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാനുള്ള ലൈസൻസ് അധികാരമുണ്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. ഞങ്ങളുടെ മേൽക്കോയ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇന്നിപ്പോൾ ഏതായാലും 1200 വോട്ടിനോ വടകരയിൽ ശൈല ടീച്ചർ ജയിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ 50,000 വോട്ടിന് ജയരാജൻ ജയിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഷാഫി 50,000 വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷെ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ 1,00,000 ജയിക്കണം. ഏതായാലും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് CPM എന്നെങ്കിലും അവസാനിപ്പിക്കണം. ഇലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഒരു ഇലക്ഷന് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധവും സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത്. അത്രേ പറയുന്നു. വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് VK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? വിളിച്ചോട്ടെ, വിളിക്കണോ വേണ്ടത് കളക്ടർ തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ പങ്കെടുക്കും. വിളിച്ചാൽ പങ്കെടുക്കുക. എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിനെന്താ ഒരു വിരോധമില്ല. പക്ഷെ അതിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ കാഫിർ പ്രയോഗം നടത്തിയ ആളുകളെ കണ്ടെത്തണം. അത് കണ്ടെത്തണം. അതിന് യാതൊരു സംശയമില്ല. അത് കണ്ടെത്തണം. ആരാണ് അതിൻ്റെ പേരിൽ ഫേക്ക് ആയിട്ടിട്ടത് അത് കണ്ടെത്തിയാൽ മതിയാവും. ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് തുറന്ന് കാണിക്കണ്ടേ? തുറന്ന് കാണിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? അതിനകത്ത് അന്വേഷിക്കണം. ഞാൻ ചോദിക്കുന്നത്, എന്താ അന്വേഷിക്കുന്നതിന് ഇത്ര വിമുഖത? എത്ര കാലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര 7 മാസം കഴിഞ്ഞില്ലേ? ഇതേരെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞ് കണ്ടുപിടിച്ചേ മതിയാവും. ഇന്ന് ചോദിച്ചിട്ട് സർവകക്ഷി യോഗം വേണ്ടാന്ന് ആരും പറയുന്നില്ല. വിളിച്ചാൽ എല്ലാവരും പങ്കെടുക്കും. ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്താലും കാഫിർ പ്രയോഗം നടത്തിയവർക്ക് കോംപ്രമൈസ് ഇല്ല. അത് കോംപ്രമൈസ് ഇല്ല. ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല. വടകരയിൽ ഇത്തവണ നിലവാരമില്ലാത്ത പ്രചാരണമല്ലേ യഥാർത്ഥത്തിൽ നടന്നത്? ജനങ്ങളെ വർഗീയതയുടെ അല്ല, അതിനെ പറഞ്ഞ് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് വർഗീയത? അല്ല, ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചും പറയേണ്ടി വരും. തിരിച്ച് ഞങ്ങൾ ആരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല.
ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരു വൃത്തിയായിട്ട തന്ത്രം എടുത്തപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു. അതല്ലാതെ ടീച്ചറെ കുറിച്ചോ ഒന്നും വ്യക്തിപരമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാനൊക്കെ എൻ്റെ ഇലക്ഷനിൽ എനിക്കെതിരെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ട് ഞാൻ വ്യക്തിബന്ധം അന്നും ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഈ പ്രവണത എന്താ ഈ വടകരയിൽ മാത്രം വരാനുള്ള കാരണം? മറ്റുള്ളിടങ്ങളിൽ നിങ്ങളൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. CPM ഏറ്റുമുട്ടുന്നുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടികളും ഏറ്റുമുട്ടുന്നുണ്ട്. എന്തുകൊണ്ട് വടകരയിൽ മാത്രം ഇത്തരം ഒരു രീതിയിലേക്ക് മാറി? അത് സൃഷ്ടിച്ചവരോടാണ് ചോദിക്കുന്നത്. അല്ല, ആദ്യം ഈ ജിഹാദ് പോലെ ടീച്ചറുടെ പ്രസംഗം വളച്ചൊടിച്ചൊക്കെ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകരൊക്കെ ആയിരുന്നു. യാതൊരു രീതിയിൽ ഞങ്ങളൊന്നും വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിട്ടില്ല. കേസുകളൊക്കെ എടുത്ത് കുറെ കേസുകളുണ്ടായിരുന്നു. കേസ് അന്വേഷിക്കണ്ട, കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആരാ? പോലീസല്ലേ, അന്വേഷിച്ചോട്ടെ. അല്ല, പക്ഷെ അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്താണ് ഫേസ്ബുക്കിലൊക്കെ, നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ പറയുന്ന പോസ്റ്റ് ചെയ്തവരുടെ പേരിൽ വ്യാജമായിട്ടുള്ള പോസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് എൻക്വയറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങളതിൽ ആശയം പറഞ്ഞു. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു, പക്ഷേ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് മാത്രം. രജിസ്റ്റർ ചെയ്ത് അവിടെ ഇട്ടാൽ പോരാ, പിന്നെ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇടും കേസ്, പിന്നെ തോന്നുന്ന നേരത്ത് പൊന്തിക്കും. രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഭയവുമില്ല. ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് ധൈര്യമായിട്ട് അന്വേഷിക്കുന്നത് പറയും. പക്ഷേ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം. കാരണം നാളെയും പലരും ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ജാതി മതമൊക്കെ പലരും പറയും. അങ്ങനത്തെ രീതിയിലൊരു പ്രചരണം ഉണ്ടാവരുത്. അതേ ഞാൻ പറയുന്നു. ഈ പരസ്പരം പഴിചാരലും തെറിയ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം അതിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു മൂല്യച്യുതിയായിട്ടല്ലേ കാണുന്നത്? പ്രത്യേകിച്ച് യുവതലമുറ ആ വിഷയത്തെ കാണുന്നതും പഠിക്കും. അതല്ല ഞാൻ പറയുന്നത്, ഒരു കൂട്ടരുണ്ടാക്കി പിന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ കത്തിപ്പടരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരോട് ഒരവമതിപ്പുണ്ടാവും. അതൊരു യാഥാർത്ഥ്യമാണല്ലോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതുണ്ടാക്കിയവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെയും സഖാവ് എളമന കരീംക്കായല്ലോ. ആരാ തുടങ്ങി വെച്ചു? അപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഈ ഒരവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാം. കേസുകൾ വ്യാജമാണെന്ന് പറയുന്നു. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്തോ, കേസെടുത്ത് അന്വേഷിക്കേ. അല്ല, കേസെടുത്ത് തെറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ അന്വേഷിച്ചോ. കേസുകൾ വ്യാജമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഞങ്ങളത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അത് ഞങ്ങളുടെ ജോലിയല്ല. അല്ല, പിന്നെ എന്തിനാണ് അവരങ്ങനെ ഡിലീറ്റ് ചെയ്തു പോകുന്നത്? അതിപ്പോ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ. പക്ഷെ തുടക്കം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരുന്നില്ലേ? ഇല്ല, തുടക്കം ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല. പേരിലൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും മതസംഘടനയുടെ പേരിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഞാനവിടെ ഇലക്ഷൻ രംഗത്തുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വിജയം ഉറപ്പായി. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും ഉണ്ടാക്കുന്നതിന്? അതുകൊണ്ട് ഉണ്ടാക്കിയവരാണ് തോൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ്. ഏതായാലും 4-ാം തീയതി കഴിയട്ടെ, ബാക്കി നമുക്ക് അന്ന് പറയാം. ഇനി സമയമുണ്ടല്ലോ. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വ്യാജമാണെന്ന് പറയുമ്പോഴും ഇവിടെ ഒന്നും നടക്കണില്ലല്ലോ. കാരണം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ. ഇത് രണ്ടിൻ്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ആരോട് പറയാൻ? ഭരണസംഭരണം ഇവിടെ ഭരണമില്ലല്ലോ, പിന്നെന്താ സംഭവിക്കാൻ? സാധനം വേണ്ടേ? ഭരണം ഉണ്ടെങ്കിലല്ലേ സംഭവിക്കുള്ളൂ. ഇല്ല ആ സംഭവം. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി, ഇവിടെയുള്ളവർ തന്നെ ടൂറ് പോയി. മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളുകൾ പോലും, ഈശ്വരൻ പോലും വിശ്രമിച്ചു എന്നാണ് AK ബാലനൊക്കെ പറഞ്ഞത്. വിശ്രമിക്കുന്നതിൽ കുറ്റമില്ല, വിശ്രമിക്കുന്നതിലല്ല കുറ്റം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വിശ്രമിക്കാൻ കേന്ദ്രം. അല്ല, അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ആയിരുന്നു തയ്യാറായിരുന്നു. പക്ഷെ എന്തിനു പോയെന്ന് പറയണം. വിശ്രമിക്കാൻ പോയി. അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ ആരോടും മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ്, എങ്ങനെ പോയി, ആരെങ്കിലും സ്പോൺസർ ചെയ്തോ? അത് പറഞ്ഞാൽ എല്ലാം സ്വന്തം കാശുണ്ടാകും, പ്രശ്നമില്ല, പോയിക്കോട്ടെ. പക്ഷേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഈ വല്ല കുഴപ്പമുണ്ടോ? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ പോലും അറിഞ്ഞിട്ടില്ല.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ യുഡിഎഫിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഒരു അനൈക്യം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കെപിസിസി പ്രസിഡന്റ് ആ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പലരും വിട്ടു നിൽക്കുന്ന ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അദ്ദേഹം തുറന്നു അതിനൊന്നും അത്രയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും കുറച്ച് വാർത്തകൾ വേണ്ട. ഇപ്പോൾ ഒരു മാസം വെറുതെ ഇരിക്കാൻ നിങ്ങൾക്കും പറ്റുമോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അല്ല വിട്ടു നിന്നൊക്കെ ശരിയാണോ? അല്ല, അത് ഒരാൾ ഞാൻ ചോദിച്ചു, ഈ ഇലക്ഷൻ കാലത്ത് ചാർജ് മാറ്റി കൊടുത്താണ്, തിരിച്ചു കൊടുത്തു. അന്ന് ചാർജ് എടുത്തു അത്ര. സ്വാഭാവികമായിട്ട് വന്ന ചാർജ് നേരെ മറ്റേ അത് ആദ്യമായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ അല്ല, ഞാനും പോവല്ലോ. ആദ്യമായിട്ടാണ് ഒരു KPC പ്രസിഡന്റ് ചാർജ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കും. ഇതങ്ങനെയല്ല, ചാർജ് തിരിച്ചു കൊടുത്തു, അദ്ദേഹം തിരിച്ചു വന്ന് ഏറ്റെടുത്തു. തിരിച്ചു കൊടുക്കുന്ന ആളെങ്കിലും വരില്ലേ പരിപാടി? അത് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ മതി, എന്താ വരാഞ്ഞത്, എന്തെങ്കിലും അസൗകര്യം ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ഇതൊന്നും ഒരു വാർത്തയാക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷനിൽ ഒരു മാസത്തെ ലീവല്ലേ, നിങ്ങളുണ്ടാക്കിയോ കഥകളായാലും ഞങ്ങൾക്കൊരു പരാതിയുള്ളവരല്ല. ഏതായാലും പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, രാജ്യസഭ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഏക സീറ്റാണ്, വലിയ തർക്കമില്ലല്ലോ, ഞങ്ങൾ തീരുമാനം എടുത്തില്ലേ. അവിടെ കിടന്ന് അടി തുടങ്ങിയിട്ടുണ്ട്, ഇനി നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിക്കോ. ശരി, ഓക്കെ. ഈ ഉമർ ഫൈസി നിസ്കാരത്തെ കളിയാക്കുന്ന രീതിയിൽ ഒരു പരാമർശം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വാർത്തകളിലും മറ്റുണ്ടായിരുന്നു. ഒന്ന് ആ ചാനലിലൊന്നും കൂടെ കാണിച്ചാൽ നമ്മൾ പ്രതികരിക്കാം. ഇപ്പം ആരും ഇല്ല. അത് ഞാൻ 4-ാം തീയതി കഴിയട്ടെ, അതിന് ശേഷം പറയാം.